Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. Shivagiri HS Radio. അന്തരിച്ച പ്രശസ്ത ഗായിക ജാനകി അമ്മയ്ക്ക് ശിവഗിരി HS റേഡിയോയുടെ ആദരാഞ്ജലികൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനാമിക, നേഹ ഫാത്തിമ, ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മയങ്ങൂ പാട്ടിൻ മടിമേലെ, എസ് ജാനകിയമ്മ ഓർമ്മയായി. വീണ്ടും ആശങ്ക, തീവ്ര സൈനിക സംഘർഷം, ഹോർമസ് താൽക്കാലികമായി അടച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി, അമേരിക്ക ആക്രമണം തുടർന്നാൽ ഗൾഫ് മേഖലയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മയങ്ങൂ പാട്ടിൻ മടിമേലെ, എസ് ജാനകിയമ്മ ഓർമ്മയായി. ലോകം മുഴുവൻ സുഖം പകരാനായി ഭൂമിയിലെ അവതരിച്ച ശബ്ദം നിലച്ചു. സംഗീത വിസ്മയം എസ് ജാനകിയിലെ ഓർമ്മയിലെ മായത്ത സ്വരം. മൈസൂരു ബൊക്കതി സെക്കൻഡ് സ്റ്റേജ് നോർത്തിലെ വീട്ടിൽ കുടഞ്ഞു വീണ ജാനകിയെ ശനിയാഴ്ച ഉച്ചയ്ക്ക് അപ്പോളോ BGH ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രാത്രി 7:30 അന്ത്യം. ജനുവരിയിൽ ഏകമകൻ മുരളീകൃഷ്ണയുടെ മരണശേഷം ചെറുമകൾ അപ്സര വൈദ്യുലേക്കൊപ്പമായിരുന്നു താമസം. 20ഓളം ഭാഷകളിൽ 20ഓളത്തിലേറെ പാട്ടുകൾ ഹൃദയങ്ങളിൽ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79-ാം വയസ്സിലാണ് പൊതുവേദിയിൽ നിന്നും വിരമിച്ചത്. തൊട്ടു തലേ വർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനയിലെ അമ്മപ്പൂവിന് എന്ന താരറ്റാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. വീണ്ടും ആശങ്ക, തീവ്ര സൈനിക സംഘർഷം, ഹോർമസ് താൽക്കാലികമായി അടച്ചു. ആഗോള വ്യാപാരത്തിന് തടസ്സം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച് US ഇറാൻ വെടിനിർത്തൽ കരാർ തകർന്നത് ഇന്ത്യ വീണ്ടും ജാഗ്രതയിലാഴ്ത്തി. ലോകത്തിലെ എണ്ണയുടെ വലിയൊരു പങ്കും ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ച് പ്രതിരോധം സജീവമാക്കുകയും ചെയ്തതോടെ ഇന്ധനവില, ഷിപ്പിംഗ് മേഖലയിലെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി, അമേരിക്ക ആക്രമണം തുടർന്നാൽ ഗൾഫ് മേഖലയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തച്ചു തകർക്കുമെന്ന് ഇറാൻ സൈന്യം. ഇറാന്റെ ഖദം അൽ അൻബിയയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഇബ്രാഹിം സോൾഫാഗിയുടെ മുന്നറിയിപ്പ് നൽകിയത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും സോൾഫാഗിരി പറഞ്ഞു. ഇറാൻ പുതിയ മേഖലയിലേക്ക് ആക്രമണം വ്യാപിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രമിയ വ്യക്തമാക്കി. ഇറാന്റെ സൈന്യത്തെ ആക്രമിച്ച് തീവ്രവാദി ഗ്രൂപ്പുകളിലെ ഇളക്കിവിടാൻ അമേരിക്കൻ ശ്രമമെന്ന ആരോപണവുമായി ഇറാൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ മാസം 21-ന് നടന്ന നീറ്റ് UG പുനഃപരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷ എഴുതിയ 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ 11.21 ലക്ഷം പേരാണ് മെഡിക്കൽ പഠനത്തിന് യോഗ്യത നേടിയത്. 720-ൽ 715 മാർക്ക് നേടിയ പഞ്ചാബ് സ്വദേശി ആര്യൻ ഗുപ്ത, ഹരിയാന സ്വദേശി പിൻഷുൽ ബൽസാർ എന്നിവർ 1-ാം റാങ്ക് പങ്കിട്ടു. 205-ന് മുകളിൽ റാങ്ക് നേടിയ ആദ്യ 17 വിദ്യാർത്ഥികളിൽ മലയാളികളാരുമില്ല. 650-ന് മുകളിൽ 1492 പേരും 500-ന് മുകളിൽ 978 പേരും സ്കോർ നേടി. ഇനി ത്രിഭാഷ. CBSEയിൽ സമഗ്രമാറ്റം. ഇനി 9-ാം ക്ലാസ്സിൽ 3 ഭാഷ പഠിക്കണം. പ്രത്യേക പരീക്ഷയില്ല.
പുതിയ മാനദണ്ഡപ്രകാരം 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 3ാം ഭാഷയ്ക്ക് പ്രത്യേക പരീക്ഷ ഉണ്ടാകില്ല. എന്നാൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ സ്കൂൾ തലത്തിൽ നടത്തുന്ന ഇന്റേണൽ അസൈൻമെന്റിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായി വിജയിച്ചിരിക്കണം. 2026-27 അധ്യയന വർഷത്തിൽ 9ാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികൾ 3 ഭാഷകൾ പഠിക്കണം. ഇതിൽ കുറഞ്ഞത് 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണം. ഈ ബാച്ചിലെ വിദ്യാർത്ഥികൾ 2027-28 വർഷത്തിലെ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ എഴുതുമ്പോൾ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. പകരം സ്കൂളുകൾ നടത്തുന്ന പരീക്ഷ പാസ്സായാൽ മാത്രമേ സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളൂ. അധ്യയന വർഷത്തിനിടയിൽ 3ാം ഭാഷ പരീക്ഷ ജയിക്കാത്ത കുട്ടികൾക്കായി 10ാം ക്ലാസ് ഫലം വരുന്നതിന് മുമ്പ് സ്കൂൾ പുനർപരീക്ഷ നടത്തും. എന്നാൽ ഇപ്പോൾ 9ാം ക്ലാസ്സിലെ 3ാം ഭാഷ പരീക്ഷയിൽ യോഗ്യത നേടിയില്ലെങ്കിലും കുട്ടികളെ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കും. അടുത്ത അധ്യയന വർഷത്തിൽ ഈ പരീക്ഷ അവർ എഴുതിയെടുക്കണം. സ്കൂളുകളിൽ മന്ത്രിമാരുടെ റീലെടുപ്പ് വേണ്ട. മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നാൽ പുറത്താക്കും. മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി വിജയ്. അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയാൽ മന്ത്രിമാരെ ഉടൻ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആരോപണം ഉയർന്നാൽ ഉടൻ നടപടി ഉണ്ടാകും. സ്കൂളുകളിൽ മന്ത്രിമാരുടെ റീലെടുപ്പ് വേണ്ടെന്നും സി ജോസഫ് വിജയ് പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിലാണ് സി ജോസഫ് വിജയുടെ പ്രതികരണം. ചെന്നൈ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി വിജയുടെ അധ്യക്ഷതയിൽ ചേർന്ന 2ാമത്തെ തമിഴ്നാട് മന്ത്രിസഭാ യോഗം നടന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം, ഭരണപരമായ അച്ചടക്കം, സുതാര്യ അഴിമതി തടയൽ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ. 30 മിനിറ്റ് കട്ട്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. ലോഡ് ഷെഡിംഗ് തുടങ്ങി. സംസ്ഥാനം വീണ്ടും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക്. ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ആരംഭിക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു. വൈകുന്നേരം 7 മുതൽ രാത്രി 10 മണി വരെ അരമണിക്കൂർ ലോഡ് ഷെഡിങ്ങിനാണ് വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ വൈകുന്നേരം 7-ന് ശേഷം നിയന്ത്രണം വേണ്ടിവരുമെന്ന് മാത്രമാണ് ബോർഡ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. നിയന്ത്രണം സംബന്ധിച്ച വിശദാംശങ്ങൾക്ക് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രിക്കുന്ന കളമശ്ശേരിയിലെ SLDC സ്റ്റേറ്റ് ലോഡ് ഡിസ്പാച്ച് സെന്ററിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. എണ്ണവില വീണ്ടും കുതിക്കുന്നു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ 3 ദിവസത്തിനുള്ളിൽ ബ്രെന്റ് ക്രൂഡ് വില രൂപയ്ക്ക് $10 വർദ്ധിച്ച് $86 ആഗോള എണ്ണ വിതരണ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ 5% അധികം വില ഉയർന്ന് മെയ് 15 മുതൽ 25 വരെ 11 ദിവസത്തിനുള്ളിൽ $8 വർദ്ധിച്ചത്. KSRTC ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. ഭർത്താവിനൊപ്പം സ്കൂട്ടർ സഞ്ചരിക്കവേ KSRTC ബസ് ഇടിച്ച് യുവതി മരിച്ചു. പൊഴിയൂർ പുല്ലുവേറ്റി വീട്ടിൽ രാജന്റെ ഭാര്യ ഷിബിറയാണ് വ്യാഴാഴ്ച രാവിലെ 10-ന് പഴയ ഉച്ചക്കട ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇവരെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് ഹാൻഡിലിൽ തട്ടി സ്കൂട്ടറിലെ നിയന്ത്രണം വിട്ട് ഷിബിറ റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിന്റെ മറുവശത്തേക്ക് വീണ് രാജൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂ ഹൊറൈസൺ പുനർജന്മം. ഭൂമിയിൽ നിന്ന് 950 കോടി കിലോമീറ്റർ അകലെ വെച്ച് വീണ്ടും ഉണർന്നു. പ്രപഞ്ചത്തിന്റെ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്ന നാസയുടെ വിഖ്യാത പേടകം ന്യൂ ഹൊറൈസൺസ് ദീർഘനാളത്തെ നിദ്രയ്ക്കു ശേഷം വീണ്ടും ഉണർന്നു. പ്ലൂട്ടോയ്ക്കും അപ്പുറം ഭൂമിയിൽ നിന്ന് ഏകദേശം 950 കോടി കിലോമീറ്റർ അകലെ വെച്ചാണ് പേടകം വിജയകരമായി ഉണർന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പേടകത്തിന്റെ പ്രധാന സിസ്റ്റങ്ങളുടെ ആയുസ്സ് നിലനിർത്താനായി നാസ ഇതിനെ ദീർഘകാല സുഷുപ്താവസ്ഥയിലേക്ക് മാറ്റിയത്. നീണ്ട 321 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ഉണർവിൽ പേടകം തികച്ചും ആരോഗ്യവാനാണെന്ന് നാസയുടെ മിഷൻ ഓപ്പറേഷൻസ് മാനേജർ ആലിസ് ബൗമാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവിടെയുള്ള അതികഠിനമായ തണുപ്പിൽ പേടകം എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ ഡാറ്റകൾ ഇപ്പോൾ ഭൂമിയിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ ദൂരത്തിൽ നിന്ന് ഈ പേടകം അയക്കുന്ന റേഡിയോ സിഗ്നലുകൾ ഭൂമിയിലെത്താൻ മാത്രം ഏകദേശം 9 മണിക്കൂർ സമയമെടുക്കും. അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് ഓൺലൈൻ ടാക്സികൾ. സമരം ജൂലൈ 21 മുതൽ. അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങി ഓൺലൈൻ ടാക്സികൾ. ജൂലൈ 21 മുതലാണ് കേരളത്തിൽ ഓൺലൈൻ ടാക്സി സമരം. ഊബർ, ഒല, റാപ്പിഡോ, കേരള സവാരി എന്നിവയ്ക്കെതിരെയാണ് ഡ്രൈവർമാരുടെ സമരം. ന്യായമായ നിരക്ക് പരിഷ്കരണം, ഡ്രൈവർ ക്ഷേമം, നിയമവിരുദ്ധ ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ 11 ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. വൈദ്യുതി പ്രതിസന്ധി. തുടർച്ചയായി 4ാം ദിവസവും നിയന്ത്രണം.
രാജ്യത്ത് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം 300 ഗിഗാവാട്ടിലേക്ക് കുതിക്കുമ്പോൾ കേരളം ഇരുട്ടിലേക്ക്. വലിയ വില കൊടുത്താലും വൈദ്യുതി ലഭിക്കാത്തതിനായി തുടർച്ചയായി 4-ാം ദിവസവും സംസ്ഥാനത്ത് 5 മണിക്കൂർ നീണ്ട വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഭൂരിഭാഗം പ്രദേശങ്ങളിലും രാത്രി 2 ഘട്ടങ്ങളിലായി 1 മണിക്കൂർ വൈദ്യുതി മുടക്കം പതിവായി. ഓണക്കാലം കൂടി കണക്കിലെടുത്ത അടുത്ത മാസവും തുടർന്നുള്ള മാസങ്ങളിലും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനുള്ള കരാറുകൾക്ക് KSEB ശ്രമം തുടരുന്നു. മാനത്ത് ഒരു മലയാളിയായ അനിൽ മേനോനും സംഘവും ബഹിരാകാശത്ത്. 8:17 സോയൂസ് 2.1A റോക്കറ്റ് തിരിച്ചു. അർദ്ധരാത്രിയോടെ ബഹിരാകാശ നിലയത്തിൽ. കൗതുകങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ച് ബഹിരാകാശം കടന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 8:17 അനിൽ മേനോനും സംഘവും യാത്ര തിരിച്ചു. കസ്കസ്ഥാനിലെ ബൈക്കനൂർ കോസ്മെട്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിൻ്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.1A റോക്കറ്റിലാണ് പേടകത്തെ വിക്ഷേപിച്ചത്. റഷ്യക്കാരായ പ്യോത്തർ ഡുംബ്രോവ്, അന്ന കിക്കിന എന്നിവരും അനിലിനൊപ്പമുണ്ടായിരുന്നു. അനിലിൻ്റെ പേടകമായ സോയൂസ് പ്രോഗ്രസ് രാത്രി 11:30 കഴിഞ്ഞ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ സെനിത്ത് കവാടവുമായി ബന്ധിപ്പിക്കപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ കവാടങ്ങൾ തുറന്നു. 1:30 അനിലും സംഘവും നിലയത്തിലേക്ക് കയറി. ഇതോടെ നിലയത്തിലെ എക്സ്പെഡീഷൻ 74 ദൗത്യത്തിൻ്റെ ഭാഗമായി മലയാളത്തിൽ വേരുകളുള്ള അനിൽ മേനോൻ. ഹോർമൂസ് അടഞ്ഞാലും എണ്ണ പ്രതിസന്ധി ഉണ്ടാകില്ല. ഊർജ്ജ സുരക്ഷയ്ക്കായി വൻ മാറ്റങ്ങളുമായി ഇന്ത്യ. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാക്കുകയും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം ഭീഷണിയിലാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. കഴിഞ്ഞ 90 ദിവസങ്ങൾക്കുള്ളിൽ എണ്ണ ഇറക്കുമതി നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വഴി മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലുള്ള വലിയ ആഘാതങ്ങൾ ഇല്ലാതെ തന്നെ ആഗോള എണ്ണ പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാലങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ദീർഘകാല കരാറുകളെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മയങ്ങൂ പാട്ടിൻ മടിമേലെ എസ് ജാനകിയമ്മ ഓർമ്മയായി. വീണ്ടും ആശങ്ക. തീവ്ര സൈനിക സംഘർഷം. ഹോർമസ് താൽക്കാലികമായി അടച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി. അമേരിക്ക ആക്രമണം തുടർന്നാൽ ഗൾഫ് മേഖലയിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കും. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. ശരി ഉത്തരം ആരുമില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ ജന്മദിവസം ഏത്? ഉത്തരം മഷാദ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ആഗോള എണ്ണ വിതരണ പ്രധാന പാത ഏത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരാഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ, ശിവഗിരി HS റേഡിയോ.